ഹാശാബുധൻ രാത്രി പ്രാർത്ഥനയിൽ പാടുന്ന ഒരു പാട്ടിൻ്റെ ചില വരികളുടെ അർത്ഥം എങ്ങനെയാണ്? തൻ്റെ മരണം ആലോചിച്ചാണോ അതോ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യനെ ഓർത്താണോ കരയേണ്ടത്? ഗുരുവിൻ്റെ സ്നേഹം, ശിഷ്യന്മാരോടുള്ള അതീവ വാത്സല്യം, ഗുരുവിൻ്റെ വേർപാട് വല്ലാത്ത വ്യഥയാണ്. പ്രിയപ്പെട്ട ശിഷ്യനെ നഷ്ടപ്പെടുന്നത് അതിലേറെ ദുഃഖമാണ്. ശിഷ്യന്മാർക്കും ഗുരുവിൻ്റെ വിരഹം അടങ്ങാത്ത ദുഃഖത്തിന് കാരണമാകും. എല്ലാം കൂടി ഓർത്തിട്ട് വല്ലാതെ പേടിക്കുകയാണ് ആ പാവങ്ങൾ. ഈ വിരഹവും നഷ്ടവും ഒക്കെ സാധാരണ പ്രണയത്തോട് ചേർത്ത് വെച്ച് വായിക്കുന്ന വികാരങ്ങളാണ്. അതെ, അവർ പരസ്പരം, ഗുരു ശിഷ്യന്മാരെയും അവർ തിരിച്ചും അത്രയേറെ പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അത്താഴം അവർക്ക് കണ്ണുകൾ ഈറനണിയാതെ ഭുജിപ്പാൻ കഴിയില്ല. ക്രിസ്തു ജീവന്റെ അപ്പമായും രക്തമായും സ്വയം പങ്കുവയ്ക്കപ്പെടുകയാണ്. അല്ലെങ്കിലും സ്വയം പകുത്തു നൽകുമ്പോൾ അല്പം കരയുന്നത് സ്വാഭാവികമല്ലേ? തൻ്റെ മാംസവും രക്തവും നൽകി ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അമ്മയും കുഞ്ഞും ഒരുപോലെ കരയുന്നില്ലേ? അത് അനിവാര്യമായ കണ്ണുനീരാണ്. സഹോ, ഈ പെസഹ ഭക്ഷിക്കുമ്പോൾ നിന്റെ ഉള്ളു പിടയുന്നുണ്ടോ? നിന്റെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടോ? നമുക്കെന്ത് വിരഹം അല്ലേ? അല്ലെങ്കിൽ തന്നെ പ്രണയമില്ലാത്തിടത്ത് എന്ത് വിരഹമാണ്? മുൻ പതിവ് പോലെ ഒരാത്മാർത്ഥതയുമില്ലാതെ വന്ന് വാ പൊളിക്കുകയാണ്. പെസഹ കേവലം ഒരു ഡിന്നർ പാർട്ടി അല്ല കേട്ടോ. അപ്പം പകുത്ത ശേഷം അവൻ സിംഹാസനം വിട്ടിറങ്ങി താഴേക്ക് വന്ന് അരയിൽ തൂവാല ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുകയാണ്. അവരുടെ ഇടയിൽ ആരാണ് വലിയവനെന്ന തർക്കം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ഗുരുവിൻ്റെ ഈ പ്രവൃത്തി. അവരുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടി. വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവർ ശുശ്രൂഷ ചെയ്യണം. തൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ ശുശ്രൂഷ തുടരേണ്ടവരാണ് ശിഷ്യന്മാർ. അത്തരത്തിൽ അവരെ പാകപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമം കൂടിയായിരുന്നു ഈ പാദക്ഷാളനം. ആര് കഴുകുമെന്ന് പരസ്പരം ചിന്തിക്കുമ്പോൾ ഗുരു തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി മാതൃകയാവുകയാണ്. ഇനി വേറെ അയാൾക്ക് അവരോട് പറയാനുണ്ട്. പക്ഷെ ഇനിയൊരു സന്ധ്യ ഇതുപോലെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വലിയ കാര്യങ്ങൾ ഈ ചെറിയ സന്ധ്യയിൽ അയാൾ പങ്കുവെക്കുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കാൻ ജീവൻ പോകണം. ജീവൻ പോകാതെ എങ്ങനെയാണ് അപ്പത്തിന് ശരീരമായി തീരുവാൻ സാധിക്കുക? ജീവൻ നൽകി അപ്പമായി മാറുക ഇത്തിരി കടുപ്പമാണ്. പക്ഷെ അയാൾക്കതിന് സാധിച്ചു. അതുകൊണ്ടാണ് അയാളെ ക്രിസ്തു എന്ന് വിളിച്ചത്. ദ അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അപ്പമാകുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ആരുടെയെങ്കിലുമൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അപ്പമായി തീരുന്നത് കൊണ്ടായിരിക്കണം സഹോ ഇന്നും നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശപ്പകറ്റുവാൻ സാധിക്കാതെ പോകുന്നത്. ഒന്ന് ശ്രദ്ധയോട് നോക്കൂ. എത്ര സംതൃപ്തിയോടെയാണ് അവൻ തൻ്റെ ശരീരം പകുത്തു നൽകുന്നത്. അവൻ്റെ മാറിലേക്ക് ചാരിക്കിടന്ന് യോഹന്നാൻ ഭക്ഷിക്കുന്നത് കണ്ടില്ലേ? അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കേട്ട് വേണം അപ്പം ഭക്ഷിക്കേണ്ടത്. അപ്പോൾ അറിയാം അവൻ്റെ ഉള്ളിലെ സ്നേഹം. ഞാനും നിങ്ങളും എത്ര അത്താഴം കഴിച്ചു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു അന്ത്യ അത്താഴം ഉണ്ടായിട്ടുണ്ടോ? മരണം ഒരു സുനിശ്ചിത യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ അത്താഴവും അന്ത്യ അത്താഴമായി കാണേണ്ടതല്ലേ? ആര് മറന്നാലും എന്നിലെ പുരോഹിതൻ അതൊരിക്കലും മറക്കുന്നില്ല. അതല്ലേ ഓരോ തവണയും അത്താഴം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അത്താഴമേശയോട് ഇനിയൊരു വരവിനെപ്പറ്റി എനിക്ക് നിശ്ചയമില്ലെന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുന്നത്. സഹോ, അങ്ങനെയെങ്കിൽ നിന്റെ തീന്മേശയിലെ ഓരോ അത്താഴവും അന്ത്യ അത്താഴമായി കാണണം. എന്നിട്ട് ക്രിസ്തു പറഞ്ഞതുപോലെ നിന്റെ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഇങ്ങനെ പറയണം: മക്കളെ, ഇത് അപ്പൻ്റെ ശരീരമാണ്, ഇത് അമ്മയുടെ രക്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളു പിടയട്ടെ, കണ്ണു നനയട്ടെ. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ഓർമ്മയിലല്ലാതെ ഒരു ഉരുള ചോറ് അവർക്ക് കഴിക്കാൻ സാധിക്കില്ല. അങ്ങനെ നിങ്ങളുടെ ഓർമ്മയ്ക്കായി അവർ തലമുറകൾക്ക് അത്താഴം വിളമ്പും. സ്നേഹത്തിൻ്റെ അത്താഴം, ദ ഡിന്നർ ഓഫ് ലവ്.